ഹയർ സെക്കൻഡറി ഒന്നാം വർഷത്തെ 3-ാമത്തെ യൂണിറ്റിലെ 4-ാമത്തെ പാഠമാണ് ലാത്തിയും വെടിയുണ്ടയും. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ ഒരു അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും. ആദ്യമായി പാഠഭാഗം നമുക്കൊന്ന് വായിക്കാം. പുരാണങ്ങളിൽ ഒരു പക്ഷിയുണ്ടല്ലോ, ഗരുഡൻ. ഭഗവാന്റെ വാഹനമായ ആ വിഹംഗം ആകാശത്തിൻ്റെ ഉന്നതങ്ങളിൽ ചുറ്റി പറക്കും. എത്രത്തോളം ഔന്നത്യത്തിലെത്തുന്നുവോ അത്രത്തോളം വ്യക്തമാണ് താഴെയുള്ള കാഴ്ചകൾ. സ്മരണകൾക്കും ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. കാലമേറെ ചെല്ലുന്തോറും അതിൻ്റെ തെളിമ കൂടിക്കൂടി വരുന്നു. 1942 കാലത്തെ ഒരു സംഭവത്തെപ്പറ്റി അവരോർത്തു. യുദ്ധത്തിൻ്റെ തീജ്വാലകൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ആളിപ്പടർന്നിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലം. നേതാക്കന്മാർ മിക്കവരും തടങ്കലിലായി. നിരോധനാജ്ഞകൾ ലംഘിക്കപ്പെട്ടു. വെടിവയ്പ്പുകളും ലാത്തിച്ചാർജും മട്ടുമറികളും കൊണ്ട് നാടാകെ ഒരു സമരമുഖമായി മാറിയിരുന്നു. ഒരു ഭാഗത്ത് തോക്കും ലാത്തിയും കണ്ണീർവാതകവും ധരിച്ച പട്ടാളത്തിൻ്റെ നിർദ്ദയമായ നരവേട്ട, മറുഭാഗത്ത് സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം ആയുധമാക്കിയ നിസ്സഹായരായ ജനങ്ങൾ. ഇവർ തമ്മിലുള്ള സംഘടനം രോമാഞ്ചജനകമായിരുന്നു. ഇക്കാലത്ത് തങ്ങൾ താമസിച്ചിരുന്ന മഹാനഗരത്തിൻ്റെ ഉയർന്ന ഫ്ലാറ്റുകളിൽ ഒന്നിലിരുന്ന് പല കാഴ്ചകളും താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സിറ്റിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സമയമായിരുന്നു അത്. 4 പേരിൽ കൂടുതൽ കൂടി നിന്ന് സംസാരിച്ചുകൂടാ, മുദ്രാവാക്യം വിളിച്ചുകൂടാ, ജാഥകൾ പാടില്ല. പോലീസും പട്ടാളവും നിരന്തരം റോന്തു ചുറ്റിക്കൊണ്ടിരുന്നു. പട്ടാള വണ്ടിയുടെ അലർച്ചയല്ലാതെ മറ്റൊരു ശബ്ദവും എങ്ങും കേൾക്കാനില്ല. നേരം പ്രഭാതമാവുന്നതേയുള്ളൂ. മുന്നിലുള്ള മണിമാളികയ്ക്ക് മേലെ മഞ്ഞിൻ്റെ മൂടുപടം വീണ് കിടന്നു. താൻ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജനാലവിരിയിലൂടെ അലസമായി പുറത്തേക്ക് നോക്കി. വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു. ടോങ്ങുകളില്ല, കാറുകളില്ല, പദയാത്രക്കാരില്ല, ദുദ്വാലകളുടെ നിലവിളി പോലും കേൾക്കാനില്ല. ഭൂകമ്പത്തിന് മുമ്പുള്ള നിശ്ചലാവസ്ഥ പോലെ എല്ലാം സ്തംഭിച്ചു നിൽക്കുന്നു. പ്രധാന വീഥിയിൽ നിന്ന് ക്ലോക്ക് ടവറിലേക്കു തിരിയുന്ന വഴിയിൽ പെട്ടെന്നൊരു ബഹളം കേൾക്കായി. 100 മൃദുഖണ്ഡങ്ങളിൽ നിന്ന് ഒരുമിച്ചുയരുന്ന ജയഘോഷങ്ങൾ. ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധി കി ജയ്, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ചുവന്ന കുപ്പായം ധരിച്ച്, ചുവന്ന നിക്കറിട്ട്, ചുവന്ന തൊപ്പിയുമണിഞ്ഞ്, ത്രിവർണ പതാകയും വീശി കുഞ്ഞാറ്റ കിളികളുടെ ഒരു സംഘം കടന്നുവരുന്നു. നഗരത്തിലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സംഘടിച്ച് വീരവാനരസേന എന്നൊരു വിപ്ലവ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതായി താൻ കേട്ടിരുന്നു. ധനികന്മാരുടെയും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ വരെ സന്താനങ്ങൾ ആ ഗൂഢസംഘത്തിൽ ചേർന്നിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സമരരംഗങ്ങളെ യോജിപ്പിച്ചിരുന്നത് പുതിയ തലമുറയിലെ ഈ പുളകപ്പൂൺ പൂവുകളത്രേ. അപ്പുവും മധുവും അവരോട് ചേരാതിരിക്കുവാൻ വേണ്ടി എത്ര ശ്രമപ്പെട്ടാണ് നാട്ടിലേക്ക് അയച്ചതെന്ന് അവരോർത്തു. അവിടെയും അവർ ഗൂഢസംഘങ്ങൾ ഉണ്ടാക്കുമോ എന്ന് മിസസ് നായർ സംഭ്രമത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. വാനരസേനയിലെ അംഗങ്ങളെ പിന്തുടർന്നു വന്നത് വെള്ള ഖദർ സാരിയും വെള്ള ബ്ലൗസും ധരിച്ച് സ്വാതന്ത്ര്യഗീതികൾ പാടിയ നാരീ സേവാ സമിതിയിലെ അംഗങ്ങളായിരുന്നു. അവരുടെ പിറകെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിനു വേണ്ടി സമർപ്പണം ചെയ്ത രക്തസാക്ഷി സംഘത്തിലെ വീരയുവാക്കൾ. മുദ്രാവാക്യങ്ങളുടെ മുഴക്കവും പട്ടാളവണ്ടികളുടെ ഇരമ്പലും സ്വാതന്ത്ര്യഗാനങ്ങളുടെ പല്ലവിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. പോവട്ടെ ഞാൻ, വിടില്ല, കടന്നുകൂടാ എന്ന മട്ടിൽ പോലീസും വാളണ്ടിയർമാരും കൂടെ കടുവയും പുലിയും കളിക്കുകയാണ്. ഇടയ്ക്ക് ആരോ ക്ലോക്ക് ടവറിൻ്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ വിളിച്ചു, അയ്യോ അതാ നോക്കൂ, അവൻ ആ കുട്ടി. 10-12 വയസ്സായ ഒരു ഓമനക്കുട്ടൻ ആകാശചുംബിയായ ആ മണിമേടയുടെ മുകളിലേക്ക് സ്വാതന്ത്ര്യ പതാകയും മാറത്തടുക്കിക്കൊണ്ട് വലിഞ്ഞു കയറുകയാണ്. അവൻ ആകാശം ഞടുങ്ങുമാറ് വിളിക്കുന്നു, ഭാരത് മാതാ കി ജയ്. പട്ടാളക്കാർ തോക്ക് ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു, താഴെ ഇറങ്ങോ മഠയ, അല്ലെങ്കിൽ ഞങ്ങൾ താഴെ ഇറക്കും. അവൻ പുച്ഛമായി ഒന്ന് ചിരിച്ച് കീഴോട്ട് നോക്കി. പട്ടാളക്കാരെയും ജനക്കൂട്ടത്തെയും മാറി മാറി കടാക്ഷിച്ചു. എന്നിട്ട് അപകടം പിടിച്ച ആ ചരിവിലൂടെ അള്ളിപ്പിടിച്ചു കയറുവാൻ തുടങ്ങി. പ്രഭാത സൂര്യൻ്റെ ചെങ്കതിരികൾ തട്ടി ക്ലോക്ക് ടവറിൻ്റെ മുകൾ ഭാഗം ചോരയിൽ കുളിച്ചതുപോലെ തോന്നി. ചുവന്ന ഖദർ ഷർട്ട്, ചുവന്ന ഖദർ നിക്കർ, വെളുത്തു ചുവന്ന കവിളുകൾ. ആകാശത്തിൻ്റെ മടിയിൽ നിന്ന് ഞെട്ടറ്റു താഴെ വീണ സൂര്യൻ്റെ ഒരു കുട്ടിയെപ്പോലെ തോന്നിച്ചു ആ ബാലനെ കണ്ടാൽ.
മിനുസമുള്ള മേൽപ്പുരയിലൂടെ ഇഴഞ്ഞു കയറുമ്പോൾ അറിയാതെ കാലൊന്നിടറിയാൽ മതി, ശ്രദ്ധ തിരിഞ്ഞാൽ മതി, താഴെ വീണ് തകരും. അരുത് മകനെ അരുത്, താഴെ ഇറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി തനിക്ക്. ആളുകൾ വീർപ്പടക്കി കാത്തുനിന്നു. അവനെ പ്രസവിച്ച അമ്മ ധന്യയാണ്, അവരെ പെറ്റ രാജ്യം അഭിമാന്യവും. അനേകായിരം ആളുകളുടെ ആശംസകളും വഹിച്ചുകൊണ്ട് ആ ബാലൻ മേലോട്ട് കയറിപ്പോയി. മണിമാളികയുടെ മുകളിലെത്തി. ജനക്കൂട്ടത്തെ നോക്കി കൈവീശി ചിരിച്ചു. സ്വാതന്ത്ര്യ പതാകയെടുത്ത് നിവർത്തി ഉയരത്തിൽ കുത്തി. ദിഗന്തം മുഴങ്ങുമാറുള്ള മുദ്രാവാക്യങ്ങൾ പിന്നെയും മുഴങ്ങുന്നു. ഭാരത് മാതാ കി ജയ്, വീരകുമാർ കി ജയ്. ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകടിച്ചാടുന്ന ത്രിവർണ പതാകയ്ക്കരികെ വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പട്ടാളത്തോക്കുകൾ ഗർജിച്ചു. വെടിയുണ്ടകൾ ചീറി. 1000 മിന്നൽ പിണരുകൾ ഒരുമിച്ച് ആകാശത്തേക്കുയരും പോലെ. ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളിൻ പക്ഷി കണക്കെ കറങ്ങി താഴെ വന്നു വീഴുന്നു. അത്യുഗ്രമായ ആരവം. തുടർന്ന് പട്ടാളവും ജനക്കൂട്ടവുമായി സംഘടനം, ലാത്തിച്ചാർജ്, വെടിവെയ്പ്പ്. ആളുകൾ അത്യുച്ചത്തിൽ വിളികൂട്ടി. അവൻ ഞങ്ങളുടെയാണ്, അവനെ ഞങ്ങൾക്ക് വേണം, അവനെ, ഇന്ത്യയുടെ വീരകുമാരനെ. ക്ലോക്ക് ടവറിൻ്റെ ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ സുശക്തമായ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. പക്ഷേ ആൾക്കൂട്ടത്തെ ചിതറിമാറ്റിക്കൊണ്ട് നാരീ സേവാ സമിതിയിലെ ഒരു യുവതി മുന്നോട്ട് നുഴഞ്ഞു കയറി. പട്ടാളക്കാരെ തട്ടിയിട്ടുകൊണ്ട് അവർ ആ ബാലൻ്റെ ശരീരം വാരിയെടുത്തു. വാടിയ താമരത്തണ്ട് പോലെയുള്ള ആ ശരീരത്തിൽ നിന്നും അപ്പോഴും ജീവൻ അറ്റിരുന്നില്ല. അവർ അവനെ മാറോടണച്ച് ചുംബിച്ചു. അവൻ്റെ ഹൃദയത്തിൽ നിന്നൊലിച്ച രക്തം കൊണ്ട് അവരുടെ തൂവുള്ള സാരി മുഴുവൻ ചുവപ്പായി മാറി. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി. പട്ടാളക്കാർ അവരിൽ നിന്നും ആ കുട്ടിയെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ലാത്തിയടിയേറ്റു തല പൊട്ടി ചോരയൊലിച്ചിരുന്നു. രക്താംബരം കീറിമുറിഞ്ഞ് കഷ്ണങ്ങളായി ചിതറിപ്പോയി. പോലീസുകാർ വലിച്ചിഴച്ച് നിലത്തു വീഴ്ത്തിയിട്ടും ആ കുട്ടിയുടെ ശരീരത്തെ അവർ ഹൃദയത്തോട് അമർത്തിപ്പിടിച്ചിരുന്നു. നിറഞ്ഞ കൺപീലികളിൽ ഒരിറ്റ് കണ്ണീർ പോലുമില്ലാതെ നെറ്റിയിൽ നിന്ന് ചോരയൊലിച്ച് തലയുയർത്തി നിന്ന ആ യുവതിയുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. ചുണ്ടുകൾ വിറച്ചു. ആ ഛായ, ആ നോട്ടം, ആരുടേതാണിത്, ആരുടെ? മിസസ് നായർക്ക് ഈ രംഗം ഓർത്തപ്പോൾ തന്നെ വീണ്ടും തലചുറ്റൽ വന്നു. എത്ര ദുർബലയാണ് താൻ, എത്ര ഹീനയാണ്. അന്ന് ആ ജനക്കൂട്ടത്തിലേക്ക് ഓടിയിറങ്ങി എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞാനും ഇന്ത്യക്കാരിയാണ്, ഞാനും നിങ്ങളുടെ കൂടെയാണ്, ആ കുട്ടി എൻ്റെയും കൂടിയാണ്, എന്നെയും കൂട്ടൂ സഹോദരി. സുഖം ഒരു മാരകമായ ലഹരിയാണെന്ന് മിസസ് നായർക്ക് തോന്നി. അതിൽ നിന്ന് അത്ര വേഗം മോചനമില്ല. എങ്കിലും അന്ന് വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു, ആ സ്ത്രീ മരിച്ചുവോ? ഏത് സ്ത്രീ? ഇന്ന് രാവിലെ ലാത്തിയടിയേറ്റ് വീണ ആ സ്ത്രീ, ആ കുട്ടിയുടെ ശരീരവും കൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് വന്ന ആ സ്ത്രീ. അദ്ദേഹം ഉച്ചത്തിൽ ചിരിച്ചു. ഓ അതോ, അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ ലാത്തിയടിയേറ്റ് വീണു മരിക്കുന്നു, മാനഭംഗപ്പെടുന്നു. അവരുടെയൊക്കെ ഭാവി എന്താണെന്ന് നമുക്കറിയുമോ? അറിയേണ്ട ആവശ്യവുമില്ലല്ലോ. പിന്നെ ഭർത്താവിൻ്റെ സ്നേഹിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നാണ് അറിഞ്ഞത്. അയാൾ പറഞ്ഞു, ഓ ദേവി ബഹനോ? അവർ മരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ കൂട്ടുകാരികളായ 4-5 സ്ത്രീകൾ പോലീസ് മർദ്ദനമേറ്റ് ചതഞ്ഞരഞ്ഞുപോയി. ദേവി ബഹൻ ബോധരഹിതയായി കുറേ നാൾ ജയിലിൽ, ആശുപത്രിയിൽ കിടന്നു. പിന്നെ സേവാശ്രമത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കണം. അതോ മറ്റു വല്ല ലാത്തി ചാർജിലും അകപ്പെട്ട് മരിച്ചോ? ഒന്നും അറിഞ്ഞുകൂടാ. തുടർന്ന് അയാളിൽ നിന്നു തന്നെ മറ്റു ചില വിവരങ്ങളും കിട്ടി. ഗാന്ധിജിയുടെ അന്തേവാസിനിയായിരുന്നത്രേ ദേവി ബഹൻ. സ്വദേശം കേരളം. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ പേരെടുത്ത സ്ത്രീയാണ് അവർ. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട അനുയായി. താൻ നടുങ്ങിപ്പോയി. ദേവി ബഹൻ എന്ന് വെച്ചാൽ ദേവകി മാനമ്പള്ളി, തേതി ഏട്ടത്തി. അവരാണോ ഇവർ? ഏട്ടത്തിയെ ആശ്രമത്തിൽ പോയി കാണണമെന്ന് താൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഭർത്താവ് അനുകൂലിച്ചില്ല. തൻ്റെ ഉദ്യോഗനിലയ്ക്ക് അത് ദോഷമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പോരെങ്കിൽ അവർ എവിടെയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയുകയുമില്ല താനും. മിസസ് നായർ വിചാരിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം യാതനയുടെ വേതനവും പറഞ്ഞ് മുന്നോട്ട് വന്ന കൂട്ടത്തിലൊന്നും ദേവി ബഹനെ കണ്ടിരുന്നില്ലല്ലോ. അവർ മന്ത്രിയായില്ല, നേതാവായില്ല, ചുരുങ്ങിയ പക്ഷം ഒരു കമ്മിറ്റി മെമ്പർ പോലുമായില്ല. പക്ഷേ അന്ന് ഭാവി ഭാരതത്തിൻ്റെ പ്രതീകത്തെ മാറോടണച്ചുകൊണ്ട് ചോരയിൽ കുളിച്ചു നിന്ന നിസ്വാർത്ഥയായ വീരനായിക പിന്നെയും 1-2 തവണ കൂടി തൻ്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. സാമുദായിക ലഹളയുടെ കൂത്തരങ്ങായ കിഴക്കൻ ബംഗാളിൽ അഹിംസയുടെ ആചാര്യനുമൊത്ത് സഞ്ചരിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തിന് അത്ഭുതകരമായി ദേവകി മാനമ്പള്ളിയുടെ ഛായയുണ്ടായിരുന്നു.
മധ്യപ്രദേശത്തെ ഒരു ആശ്രമത്തിൽ ഗ്രാമീണ വനിതകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മാതാവിൻ്റെ വിവരണത്തിലും ഈ സാദൃശ്യമുണ്ട്. തൻ്റെ ഈ തരംനോക്കൽ കണ്ട് അദ്ദേഹം പറയും, ഇതു മായയാണ് തങ്കം, മതി വിഭ്രമമാണ്. നീ അവരെപ്പറ്റി തന്നെ ചിന്തിച്ച് കാണുന്നതെല്ലാം അവരായി തീർന്നിരിക്കുന്നു. ഇന്ന് സുമിത്രാനന്ദ സരസ്വതിയായി ആ മതിവിഭ്രമം പിന്നെയും തന്നെ ആവേശിച്ചിരിക്കുകയാണോ? ഇല്ല തേതിയേട്ടത്തി, ഇത്തവണ ഞാൻ നിങ്ങളെ വിടുകയില്ല. ദേവകി മാനമ്പിള്ളിക്ക് തങ്കം നായരിൽ നിന്നും മോചനമില്ല. നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. പുതിയ തലമുറയ്ക്ക് രണ്ടമ്മമാരുണ്ട്. നമ്മുടെ കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുകയില്ലേ?